ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ചെമ്മീൻ ചമ്മന്തി ഒന്നും ഉണ്ടാക്കി എടുക്കണ്ട, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഊണിൽ അതുപോലെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാടങ്ങ് സമയമൊന്നും കളയാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം തന്നെ ഉണക്കച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഒരുപാട് ചെളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഉണക്കമീനും ഉണക്കച്ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നന്നായി കഴുകി എടുക്കുന്നുണ്ട്. നന്നായി ചളിയുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ കളറാണോ ഒന്നൊന്നും അറിയില്ല. എങ്കിലും നമ്മൾ ഉണക്കച്ചെമ്മീനും അതുപോലെ ഉണക്കമീനൊക്കെ പുറത്തുനിന്ന് അധികം ഇപ്പോൾ ആരും വാങ്ങാറില്ലല്ലേ. അപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോഴൊക്കെ പക്ഷേ ഉണക്കച്ചെമ്മീൻ കഴിച്ചവർക്ക് അതൊന്നും നോക്കില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഉണക്കമീൻ വാങ്ങും. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയാൽ ഒരു പ്രശ്നമല്ല. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളതിൽ ഓരോ ഭാഗത്തും അഴുക്കുണ്ടോയെന്ന് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ. അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മളതിൻ്റെ ഒരു ഹോളിലെ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി വെള്ളം വാർന്ന് പോയതിന് ശേഷം നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ഹോളിലെ പാത്രത്തിൽ വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് അതിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എല്ലാ ചെമ്മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ അങ്ങനെ വറുത്തെടുക്കുകയാണ്, വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി തീ കത്തിക്കുന്നുണ്ട്. നല്ല മണവും രുചിയും വരണമെങ്കിൽ ചെമ്മീൻ നന്നായി പൊരിഞ്ഞ് കിട്ടണം. നമ്മൾ നല്ലെണ്ണയിലാണ് പൊരിക്കുന്നത്. ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും അതങ്ങ് പൊരിച്ചെടുത്താലുള്ളൂ നമ്മൾ ചെമ്മീൻ അച്ചാർ രുചിയാവുള്ളൂ കേട്ടോ. ചമ്മന്തി എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ ചമ്മന്തിനേക്കാളും ടേസ്റ്റാണല്ലേ നമ്മൾ അച്ചാർ. അങ്ങനെ അതെല്ലാം വറുത്ത് നന്നായി ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ചിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ അത് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ചെമ്മീനൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ വെറുതെ ഒന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓരോന്ന് കഴിക്കുമ്പോഴൊക്കെ ഉണക്കച്ചെമ്മീനൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടല്ലേ. അതെല്ലാം കോരിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ അത്യാവശ്യം നമ്മൾ എണ്ണ ചെമ്മീനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാരണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലും ഇതൊന്ന് വറുത്തെടുക്കണ പോലെ തന്നെ നമ്മൾ നന്നായി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് പൊടിച്ചെടുക്കും വേണത്. ഉണങ്ങിയതിന് ശേഷം ചെറിയ തീയിൽ ഇങ്ങനെ ഉണക്കിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നന്നായി കത്തിച്ച് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കോരിയെടുത്തതിന് ശേഷം കുറച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
അതിന് ശേഷം കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കോരിയെടുത്തതിന് ശേഷം നമ്മൾ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു എന്താ പറയുക വറവ് മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ കത്തിക്കാതെ തന്നെ നമ്മളെ ചട്ടി നന്നായി ചൂടായി കിടക്കണം. അപ്പോൾ മുളക് പൊടി ഇട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ എന്താ പറയുക കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ശേഷം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് വിനാഗിരിയും ഉപ്പും ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ചെമ്മീൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെമ്മീൻ അച്ചാർ. ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവില്ലേ. അതുപോലെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റോട് കൂടി നമ്മൾ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.